യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അതുപോലെ ക്രൂശുമരണത്തിൻ്റെ ഒക്കെ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. മലയാറ്റൂർ ഉൾപ്പെടെയുള്ള വിവിധ കുരിശുമലകളിലേക്ക് വിശ്വാസികളുടെ നിലയ്ക്കാത്ത പ്രവാഹം ഉണ്ടായിട്ടുണ്ട്. മലയാറ്റൂരിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഒക്കെ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. മലയാറ്റൂരിൽ പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ നിരവധി വിശ്വാസികളാണ് ഇവിടെ ഈ മല കയറുന്നതിനായൊക്കെ എത്തുന്നത്. പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരും ഒക്കെ എല്ലാവരും ഉണ്ട്. എവിടെന്നാ വരുന്നത്? ചിറ്റാരിക്കാൻ. കാസർഗോഡ്. എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വരുന്നേ. ഇനിയിപ്പോ 14 ഇടങ്ങൾ ഇങ്ങനെ കയറണം. അപ്പം എപ്പോ പുറപ്പെട്ടു? രാവിലെ പുറപ്പെട്ട. ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്ന നിരവധി വിശ്വാസികളാണ് മലയാറ്റൂരിലേക്ക് എത്തുന്നത്. വലിയ കുരിശുകളുമൊക്കെയായി കുരിശുകളൊക്കെ എന്തി എത്തുന്ന വിശ്വാസികളുമുണ്ട്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തിരുവല്ലായിരുന്നു. എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ഞാൻ സമയം കിട്ടുന്ന സമയത്തൊക്കെ വരാറുണ്ട്. ചൂടും വെയിലൊക്കെ ഈ മലകയറ്റത്ത് അതിനെ ബാധിക്കത്തില്ല. അത് കാരണവശാലും ബാധിക്കത്തില്ല. കാരണം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ബാധിക്കുന്ന ആ ചൂട് ഇവിടെ മല കയറുമ്പോൾ നമുക്ക് ബാധിക്കത്തില്ല. 14 ഇടങ്ങളിലും മെഴുകുതിരി കത്തിച്ച് എല്ലാം പ്രാർത്ഥിച്ചേ പോകത്തുള്ളൂ. നമ്മളുടെ ഒരുപാട് നിയോഗങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചേ പോകത്തുള്ളൂ. ഈ സൂചിപ്പിച്ചതുപോലെ ഓരോ വിശ്വാസത്തിന്റെയും ഒക്കെ ഭാഗമായി നിരവധി ആളുകളാണ് പുലർച്ചെ മുതൽ തന്നെ എത്തുന്നത്. ഈ മലയാറ്റൂരിലും മേഖല പ്രദേശങ്ങളിലുമൊക്കെ ഗതാഗത നിയന്ത്രണം, മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദുഃഖവെള്ളിയോടനുബന്ധിച്ച അടിവാരത്തെ പള്ളിയിലും ഒപ്പം തന്നെ മലയാറ്റൂരിലെ പള്ളിയിലുമൊക്കെ പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഓരോ ഇടങ്ങളിലും, അതായത് ഈ പീഠാനുഭവത്തിന്റെ 14 സ്മരണ പുതുക്കി ഈ 14 ഇടങ്ങളാണ് ഇവിടെയുള്ളത്. ഓരോ ഇടങ്ങളിലേക്കും എത്തുന്ന ആളുകൾ അതത് കുരിശടികളിൽ അവിടെ എത്തി അവർ മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷമായിരിക്കും ഈ മല ഇങ്ങനെ തുടരുന്നത്. ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ഓരോ ഇടങ്ങളിലും എത്തുന്ന ആളുകൾക്ക് അവർക്ക് കുടിവെള്ളത്തിനായുള്ള സജ്ജീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസികൾ പറയുന്നത്.